6 വൈകല്യങ്ങൾ ശരീരത്തിലുള്ള അതിവിരൂപനായൊരു മനുഷ്യനായിരുന്നു അതാ ഇബ്നു റബാഹ്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിലുള്ള വൈകല്യങ്ങൾ? കിതാബ് കണ്ട അത്ഭുതപ്പെട്ടു പോയി. ഒന്ന്, കാന അസ്വദ, കറുത്ത മനുഷ്യൻ, കരിക്കട്ട പോലെ കറുത്ത മനുഷ്യനായിരുന്നു. വഅഅ്വറ, ഒറ്റക്കണ്ണനായിരുന്നു. കറുത്ത മനുഷ്യനൊരു കണ്ണിൽ ഒരു കണ്ണ് പൊട്ടിയിട്ട് എങ്ങനെയുണ്ടാകുക മുഖത്തിന്റെ വൈരൂപ്യം? പിന്നെയും പറയുന്നു വകാന അഫ്സത, അദ്ദേഹത്തിന്റെ മൂക്കിന് എല്ലില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മൂക്ക് ചപ്പിക്കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കറുത്ത മനുഷ്യൻ, ഒറ്റക്കണ്ണൻ, മൂക്ക് ഇങ്ങനെ ചപ്പിക്കിടക്കുന്ന മനുഷ്യൻ. വകാന അശല്ല, ഒരു ഭാഗം തളർന്ന് കൈ ഇങ്ങനെ ആടിക്കളിക്കുന്ന, കൈ കുഴഞ്ഞ മനുഷ്യനായിരുന്നു. അതിനും പുറമെ വകാന അഅറജ, അംഗവൈകല്യമുള്ള, കാലിന് മുടന്തുള്ള ആളുമായിരുന്നു. അവസാനം വസ്വാറ അഅ്മാ ഫി ആഖിരി ഹയാത്തി, അവസാനം ഒറ്റ കണ്ണേ ഉള്ളൂ, ആ കണ്ണിന്റെയും കാഴ്ച പോയി, അന്ധനും കണ്ണൊട്ടിനുമായി. ഇങ്ങനെ 6 വൈകല്യങ്ങൾ. കണ്ടാൽ വിരൂപത തോന്നിക്കാൻ എന്തൊക്കെ ഒരു മനുഷ്യന് വേണം. അതെല്ലാം മേളിച്ച അതിവിരൂപനായ മനുഷ്യനായിരുന്നു അതാ ഇബ്നു റബാഹ്. പക്ഷേ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത്, അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ, അദ്ദേഹത്തിന്റെ ഉമറപ്പടിയിൽ 10,000-കണക്കിന് മുതഅല്ലിമീങ്ങൾ, പഠിതാക്കൾ, അതും വലിയ വലിയ പണ്ഡിതന്മാർ, പേനയും മഷിക്കുപ്പിയും കടലാസുമായിട്ട് 1000-കണക്കിന് ആളുകൾ വീട്ടുപടിക്കൽ തിങ്ങി നിൽക്കുന്നുണ്ടാകും എല്ലാ ദിവസവും. എന്തിനാണ്? അദ്ദേഹത്തിൽ നിന്ന് പണം കിട്ടാനല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ നാവിൽ തുമ്പിൽ നിന്ന് ഉതിർന്നു വരുന്ന വിജ്ഞാനം, പ്രത്യേകിച്ച് ഹദീസ്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് 10,000-കണക്കിന് ആളുകൾ. ഇതൊരു അതിശയോക്തിപരമായ പ്രയോഗമല്ല, സത്യത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് കിതാബിലൊക്കെ കാണാം. 10,000-കണക്കിന് മൃഗങ്ങൾ, വാഹനങ്ങൾ അവിടെ വന്ന് നിൽക്കും. എന്തിന്? കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ. അതിന്റെ പുറത്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വിരൂപനായ അദ്ദേഹത്തെ കാത്ത്, അദ്ദേഹത്തിന്റെ അറിവ് തേടി 1000-ങ്ങൾ പഠിക്കൽ എല്ലാ ദിവസവും തിക്കിത്തിരക്കി നിൽക്കുമാർ ഉന്നത വിധാനത്തിലേക്ക് അതാ ഇബ്നു റബാഹിനെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ശാരീരിക ഭംഗിയല്ല, അദ്ദേഹത്തിന്റെ സമ്പത്തല്ല, അദ്ദേഹത്തിന്റെ മറ്റെന്തെങ്കിലും പ്രതാപല്ല. വിജ്ഞാനമുണ്ടോ, ഇൽമുണ്ടോ, ഏത് അഭംഗിയെയും കവച്ചു വെച്ച് ഏറ്റവും വലിയ ഭംഗി ഇൽമാണ്, ഏറ്റവും വലിയ ചുറുക്ക് അത് ഇൽമാണ്. അതുണ്ടോ, മറ്റേത് ഭംഗിയില്ലെങ്കിലും പ്രശ്നമല്ല. അതല്ലാതെ ഇൽമില്ല, നല്ല സുമുഖനാണ്, പക്ഷെ യാതൊരു കാര്യവും അതുകൊണ്ടില്ല.